പ്രിയമുള്ള കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫ്രിക്ഷനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഫ്രിക്ഷൻ എന്താണെന്നും ഫ്രിക്ഷൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, കൈനറ്റിക് ഫ്രിക്ഷൻ, അങ്ങനെയുള്ളവയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അതോടൊപ്പം ഫ്രിക്ഷൻ ഒരു സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സാണ് എന്ന് നമ്മൾ പഠിച്ചു. നമ്മൾ പ്രയോഗിക്കുന്ന ഫോഴ്സിനനുസരിച്ചിട്ട് ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ വാല്യൂവിന് വ്യത്യാസം ഉണ്ടാകുന്നുവെന്നും സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യൂ ആണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്നും ഒക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി. ഇന്ന് ഈ ഫ്രിക്ഷനെ സംബന്ധിച്ചിട്ടുള്ള ചില ലോസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ആദ്യമായിട്ട് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ ലോസ് ഉണ്ട്, അതേപോലെ തന്നെ പിന്നീട് കൈനറ്റിക് ഫ്രിക്ഷൻ്റെ ലോസും നമുക്ക് പഠിക്കാനുണ്ട്. സോ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ദ ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ ലോസ്. രണ്ട് ലോസ് ആണുള്ളത്. ഒന്നാമത്തെ ലോ പറയുന്നത് the force of limiting friction is independent of the area of contact of the surfaces, but it depends only on the nature of the surfaces which are in contact. ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ മാക്സിമം വാല്യൂ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യൂ ആണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ നമ്മൾ പറഞ്ഞു. ഈ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ നമുക്ക് പറയാം ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ദാറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ഏരിയ ഓഫ് കോണ്ടാക്ട്. എത്ര ഏരിയയാണ് തമ്മിൽ ടച്ച് ചെയ്യുന്നത്, തമ്മിൽ സ്പർശിച്ചുകൊണ്ട് നീങ്ങുന്നത് അല്ലെങ്കിൽ വെച്ച് ഇരിക്കുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നില്ല. പകരം എന്താണ് ആശ്രയിച്ചിരിക്കുന്നത്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ നേച്ചർ ഓഫ് ദ സർഫസസ് വിച്ച് ആർ ഇൻ കോണ്ടാക്ട്. എന്ത് തരം സർഫസാണ്, പരുപരുത്തതാണോ, മിനുസമുള്ളതാണോ, എന്ത് തരം സർഫസാണ് കോണ്ടാക്റ്റിൽ വരുന്നത് എന്നുള്ളതിനെയാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആശ്രയിച്ചിരിക്കുന്നത്. ഒരിക്കൽ കൂടി പറയാമല്ലോ, ദ ഫോഴ്സ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ഏരിയ ഓഫ് സർഫസസ് ഇൻ കോണ്ടാക്ട്, ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ നേച്ചർ ഓഫ് ദ സർഫസസ് ഇൻ കോണ്ടാക്ട്. അതാണ് ഒന്നാമത്തെ ലോ. രണ്ടാമത്തെ ലോ പറയുന്നത് ദ ഫോഴ്സ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. ഫോഴ്സ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ നമ്മൾ എഫ് എസ് എന്നാണ് എഴുതുക. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ കേസ് ആയതുകൊണ്ട് തന്നെ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യൂ ആണല്ലോ, അതുകൊണ്ട് എഫ് എസ് എന്നാണ് പറയുക. എഫ് എസ് ഈസ് പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. ദിസ് ഈസ് ദ മാത്തമാറ്റിക്കൽ ഫോം ഓഫ് സെക്കൻഡ് ലോ ഓഫ് ഫ്രിക്ഷൻ. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? നമ്മൾ മുൻപേ പറഞ്ഞ കാര്യം തന്നെയാണ്, അതായത് ഫ്രിക്ഷണൽ ഫോഴ്സ് ഒരു സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സാണ് എന്ന് പറഞ്ഞ കാര്യം തന്നെയാണ് പറയുന്നത്. ഒരു വസ്തു ഒരു സർഫസിൽ വെച്ചിരിക്കുന്നു, നിശ്ചലമായിരിക്കുകയാണ്, അപ്പോഴാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉള്ളത്. ഇത് താഴോട്ട് കൊടുക്കുന്ന ഫോഴ്സാണ് അതിൻ്റെ വെയ്റ്റ് mg. അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവും. സർഫസ് വസ്തുവിൻ്റെ മുകളിൽ കൊടുക്കുന്ന റിയാക്ഷനാണ് r. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് അതിൻ്റെ പ്രയോഗിക്കുന്ന ബലത്തിനനുസരിച്ചാണ് എന്ന് നമ്മൾ പറയുകയുണ്ടായി. അതായത് നമ്മൾ കൂടുതൽ ബലം പ്രയോഗിക്കുകയാണെങ്കിൽ, അപ്ലൈഡ് ഫോഴ്സ് കൂട്ടുകയാണെങ്കിൽ ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനും അതിനനുസരിച്ച് കൂടുന്നു. അപ്പോൾ ഇവിടെ ഈ വസ്തു സർഫസിൽ കൊടുക്കുന്ന ഫോഴ്സ് എത്രയാണ്? അതിൻ്റെ വെയ്റ്റ്. അതിനനുസരിച്ചിട്ടാണ് എന്തുണ്ടാവുക? ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവുക. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്, അല്ലെങ്കിൽ ഈ വെയ്റ്റിന് തുല്യമായിട്ടുള്ളതാണ് റിയാക്ഷൻ. So Fs is proportional to R, and so we can say Fs is equal to ഒരു കോൺസ്റ്റൻറ്റ് നമുക്ക് പറയാം, that is called mu s into R, where mu s is called the coefficient of static friction. So this is the second law of static friction, that is the force of friction is directly proportional to normal reaction. Fs is proportional to R, Fs equal to mu s into R, and mu s is called the coefficient of static friction. mu s നമുക്ക് mu s മാറ്റി അതിൻ്റെ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ mu s ഈക്വൽ ടു എന്ത് വരും? Fs by R അല്ലേ? Fs by R. Fs ഒരു ഫോഴ്സാണ്, ആറും ഫോഴ്സാണ്. നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അതും ഫോഴ്സാണ്. അപ്പം രണ്ടിൻ്റെയും യൂണിറ്റ് തമ്മിൽ വെട്ടിപ്പോവും. സോ ഇറ്റ് ഈസ് എ യൂണിറ്റ് ലെസ് ക്വാണ്ടിറ്റി ആൻഡ് ഓൾസോ ഇറ്റ് വിൽ ബി എ ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റി. കാരണം എന്താ? രണ്ടും ഫോഴ്സാണ്, രണ്ടിൻ്റെയും ഡയമെൻഷൻ ഫോർമുല വെട്ടിപ്പോവും, അപ്പോൾ അത് ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റി ആയി മാറും. ഓക്കെ, സോ ദീസ് ആർ ദ ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഇനി നമുക്ക് ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷനിലേക്ക് പോവാം. ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ വസ്തുക്കൾ ചലിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള ഫ്രിക്ഷനാണ് കൈനറ്റിക് ഫ്രിക്ഷൻ. അതിലെ ഒന്നാമത്തെ ലോ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ ഒന്നാമത്തെ ലോ പോലെ തന്നെയാണ്. ദ ഫോഴ്സ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട്
and also it is independent of the speed of movement, but it depends only on the nature of surfaces in contact. എന്തിനെയൊക്കെ ഇൻഡിപെൻഡൻ്റ് ആണ്? ഏരിയ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതോടൊപ്പം സ്പീഡിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, എത്ര വേഗതയിലാണ് മൂവ് ചെയ്യുന്നതെന്നുള്ളതിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ നേച്ചർ ഓഫ് ദ സർഫസസ് വിച്ച് ആർ ഇൻ കോണ്ടാക്ട്. പരിപരുത്തതാണോ മിനുസമുള്ള സർഫസ് ആണോ തമ്മിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഉരഞ്ഞുകൊണ്ട് മൂവ് ചെയ്തിരിക്കുന്നത് എന്നതിനെ മാത്രമാണ് ഫോഴ്സ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒരിക്കൽ കൂടെ പറയാം, ദ ഫോഴ്സ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് area of contact and speed of movement, but it depends only on the nature of surfaces in contact. ഒന്നാമത്തെ ലോ. രണ്ടാമത്തെ ലോ പറയുന്നത്, നമ്മൾ ആ കർവ് വരച്ചപ്പോൾ, ഫ്രിക്ഷനും അപ്ലൈഡ് ഫോഴ്സും ഫ്രിക്ഷനും തമ്മിലുള്ള കർവ് വരച്ചപ്പോൾ കൈനറ്റിക് ഫ്രിക്ഷൻ്റെ ഭാഗം ഒരു സ്ട്രെയിറ്റ് ലൈൻ പോർഷനായിട്ടാണ് കണ്ടത്. അത് തന്നെയാണ് രണ്ടാമത്തെ ലോ. ദറ്റ് ഈസ് കൈനറ്റിക് ഫ്രിക്ഷൻ, ഫോഴ്സ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഹാസ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ ഡിപ്പെൻഡിങ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ സർഫസ്. അതിന് കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. ഒരു വസ്തു ഒരു പരിപരുത്ത സർഫസിൽ കൂടെ വലിച്ചുകൊണ്ട് പോകുമ്പോൾ അതിൽ ഉണ്ടാകുന്ന കൈനറ്റിക് ഫ്രിക്ഷൻ കോൺസ്റ്റൻ്റ് ആണ്. സർഫസിൻ്റെ നേച്ചർ മാറുമ്പോൾ മാത്രമാണ് മറ്റൊരു വാല്യൂവിലേക്ക് മാറുന്നത്. അപ്പോൾ അതിന് ഒരു സർഫസിൽ ഒരു വസ്തു വലിക്കുമ്പോൾ ഉണ്ടാകുന്ന കൈനറ്റിക് ഫ്രിക്ഷൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്. അതാണ് രണ്ടാമത്തെ ലോ. ദറ്റ് ഈസ് ദ ഫോഴ്സ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഹാസ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ. മൂന്നാമത്തെ ലോ പറയുന്നത് ഇതേപോലെ തന്നെ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ ലോ പോലെ തന്നെയാണ്. ഫോഴ്സ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. Same, force of kinetic friction is directly proportional to normal reaction. So Fk is equal to, the constant will be mu k into r, where mu k is called coefficient of kinetic friction. Kinetic friction. ഇതേപോലെ തന്നെ മ്യൂ കെയുടെ ഇക്വേഷൻ എഴുതിയാൽ, മ്യൂ എസിൻ്റെ എഴുതിയ പോലെ തന്നെ മ്യൂ കെയുടെ ഇക്വേഷൻ എഴുതിയാൽ മ്യൂ കെ is equal to, നമുക്ക് പറയാം, Fk by r. And this also will be a unitless, dimensionless quantity. Okay, so these are the three laws. Static friction രണ്ട് ലോ മാത്രമേ ഉള്ളൂ, കൈനറ്റിക് ഫ്രിക്ഷന് 3 ലോ ഉണ്ട്. ഒന്നാമത്തെ ലോ, ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഫോഴ്സ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഏരിയ ആൻഡ് സ്പീഡ് ഓഫ് മൂവ്മെൻറ്റ്, ആൻഡ് ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺലി ഓൺ ദ നേച്ചർ ഓഫ് ദ സർഫസസ്. രണ്ടാമത്തെ ലോ, ഫോഴ്സ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഹാസ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ. ആൻഡ് മൂന്നാമത്തെ ലോ, the force of kinetic friction is directly proportional to normal reaction. So these are the laws of static friction and kinetic friction. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റിപ്പോസ് എന്ന് പറയും. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഓർ ആംഗിൾ ഓഫ് റിപ്പോസ്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊരു സർഫസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതാണ് നമ്മൾ കരുതുന്ന സർഫസ്. ഇതിൻ്റെ മുകളിൽ ഒരു ചെരിഞ്ഞ പ്രതലമുണ്ട്. ഒരു പലക ചെരിച്ച് വെച്ചതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർഫസ് ചെരിച്ച് വെച്ചേക്കാണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ മുകളിലൊരു സാധനം വെച്ചിട്ടുണ്ട്, ഹാവിങ് മാസ് m. ഇറ്റ് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ. തീറ്റ എന്നുള്ള ആംഗിളിലാണ് ഈ പലക ചരിച്ച് വെച്ചിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് കെപ്റ്റ് അറ്റ് സച്ച് ആൻ ആംഗിൾ ദാറ്റ് ഇഫ് വി റേസ് ഇറ്റ് എ ലിറ്റിൽ മോർ ദ ബോഡി വിൽ സ്ലൈഡ് ഡൗൺ. ഇത് നമ്മൾ അങ്ങനെയാണ് വെച്ചേക്കുന്നത്. ഇത്തിരി ഇനി ഒരു തരി ഇത് ഉയർത്തുകയാണെങ്കിൽ ഇത് നിരങ്ങി താഴേക്ക് വരാൻ തുടങ്ങും. ആ അവസ്ഥയിലാണ് ഇതിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ വസ്തുവിനെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്? ഈ വസ്തുവും ഈ സർഫസും തമ്മിലുള്ള സ്റ്റാറ്റിക് ഫ്രിക്ഷനാണ് അതിനെ അവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്. ഇനി അത് ഉയർത്തുകയാണെങ്കിൽ, ചെരിവ് ഇത്തിരി കൂടി ഉയർത്തുകയാണെങ്കിൽ ആ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ പോരാതെ വരും. അപ്പോൾ വസ്തു നിരങ്ങി താഴേക്ക് വരാനും തുടങ്ങും. ഈ അവസ്ഥയിലാണിപ്പോൾ ഈ വസ്തു ഇരിക്കുന്നത്. ഇനി നമ്മൾ m ഇവിടെ മാർക്ക് ചെയ്തു. അതിൻ്റെ വെയിറ്റ് എന്തായാലും താഴോട്ട് നമുക്ക് മാർക്ക് ചെയ്യാം, mg. വെയിറ്റ് താഴോട്ടുണ്ടാവും. ഇവിടെ നോർമൽ റിയാക്ഷൻ എന്നുള്ളത് എങ്ങനെയായിരിക്കും? നോർമൽ റിയാക്ഷൻ, നോർമൽ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലറാണ്. എന്തിന് പെർപെൻഡിക്കുലർ? ഈ സർഫസിനാണ് പെർപെൻഡിക്കുലർ ആവുന്നത്. അപ്പോൾ ഞാൻ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള റിയാക്ഷൻ അടയാളപ്പെടുത്തുന്നു. ഈ സർഫസിനാണ് പെർപെൻഡിക്കുലർ. ദിസ് ഈസ് ആർ. ഇനി mgയെ 2 കോമ്പോണൻ്റ് ആക്കി മാറ്റുകയാണ് ഞാൻ. ഒരെണ്ണം ഈ ഡയറക്ഷനിൽ തന്നെ, ഈ സർഫസിൻ്റെ ഡയറക്ഷനിൽ തന്നെയുള്ളൊരു കോമ്പോണൻറ്റും ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കോമ്പോണൻറ്റും. ദീസ് ആർ ദ 2 കോമ്പോണൻറ്റ്സ്. നിങ്ങൾ മോഷൻ ഇൻ എ പ്ലെയിനിലുള്ള ഒരു വെക്ടറിനെ 2 കോമ്പോണൻസ് ആക്കി മാറ്റാൻ വേണ്ടി പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ mg എന്നുള്ള ഫോഴ്സിനെ അല്ലെങ്കിൽ വെക്ടറിനെ 2 കോമ്പോണൻസ് ആക്കി മാറ്റി. ഇനി ആംഗിൾ തീറ്റ മാർക്ക് ചെയ്യണം. ഇതിൽ ഈ 2 ലൈൻസിനിടയിലുള്ള ആംഗിളാണ് തീറ്റ. ഈ ലൈനിൻ്റെ പെർപെൻഡിക്കുലറാണ് ഇത്, ഈ സർഫസിൻ്റെ പെർപെൻഡിക്കുലറാണ് ഇത്. അപ്പോൾ ഈ 2 ലൈൻസിൻ്റെ പെർപെൻഡിക്കുലേഴ്സ് ആയിട്ട് ഇത് രണ്ടും വരുന്നത് കൊണ്ട് ഇതിനിടയിലുള്ള ആംഗിൾ തന്നെയായിരിക്കും ഇവിടെ വരിക, ആംഗിൾ തീറ്റ. ഓക്കെ, ഇനി നമുക്ക് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ മാർക്ക് ചെയ്യണം.
ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്തായാലും ഈ രണ്ട് സർഫസുകളുടെ ഇടയിലായിരിക്കും, വസ്തുവിനും ഈ സർഫസിനും ഇടയിലുള്ള പ്രതലത്തിലായിരിക്കും ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ടായിരിക്കുക. അത് ഏത് ഡയറക്ഷനിൽ മാർക്ക് ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കൂ. താഴോട്ട് വേണോ മുകളിലേക്ക് മാർക്ക് ചെയ്യണോ? വസ്തു ചലിക്കാൻ പോകുന്നത് ഇപ്പോൾ താഴോട്ടാണ്, വസ്തു താഴേക്കാണ് ചലിക്കാൻ പോകുന്നത്. ചലനത്തിനെ തടസ്സപ്പെടുത്തുന്ന ഫോഴ്സാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. അതുകൊണ്ട് നമുക്ക് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ മുകളിലേക്ക് മാർക്ക് ചെയ്യാം. ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് Fs. ഓക്കെ, ഇനി നമ്മൾ mg രണ്ട് കോമ്പോണൻസ് ആക്കുക എന്ന് പറഞ്ഞിരുന്നു. രണ്ട് കോമ്പോണൻസ് എഴുതണം. ഇപ്പുറത്തുള്ള ഈ ആംഗിളിൻ്റെ വശത്തുള്ള കോമ്പോണൻറ്റ് ദാറ്റ് വിൽ ബി mg cos തീറ്റ. ഈ ആംഗിളിൻ്റെ മറുവശത്തുള്ള കോമ്പോണൻറ്റ് ദാറ്റ് വിൽ ബി mg sin തീറ്റ. നമ്മൾ കോമ്പോണൻ്റ് ആക്കാനൊക്കെ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. mgയെ നമ്മൾ രണ്ട് കോമ്പോണൻ്റ് ആക്കി, mg cos തീറ്റ mg sin തീറ്റ. R ആണ് അതിൻ്റെ നോർമൽ റിയാക്ഷൻ. ഈ ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അങ്ങോട്ടും മാർക്ക് ചെയ്തു. ഇനി വസ്തു ഇപ്പോൾ ഇക്വിലിബ്രിയത്തിലാണ് നിൽക്കുന്നത് അല്ലേ, ഇക്വിലിബ്രിയത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ mg sin തീറ്റ താഴോട്ടുള്ളതിന് തുല്യമായിട്ടുള്ള ഫോഴ്സ് മേലോട്ടുള്ളത് കൊണ്ടാണ് അത് പിടിച്ച് നിൽക്കുന്നത്. അതേപോലെ R മുകളിലേക്കുള്ളതിന് തുല്യമായ ഫോഴ്സാണ് താഴേക്കുള്ളത്. അതുകൊണ്ടാണ് ഈ വസ്തു ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്നത്. എല്ലാ ഫോഴ്സുകളും പരസ്പരം ഈക്വലാണ്, മുകളിലേക്കും താഴേക്കുള്ളതും അതുപോലെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഉള്ളതും ഈക്വൽ ആയതുകൊണ്ടാണ് വസ്തു അവിടെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇങ്ങോട്ടുള്ളത് mg sin തീറ്റ is equal to വലത്തോട്ടുള്ളത് Fs, താഴോട്ടുള്ളത് mg cos തീറ്റ, മുകളിലേക്കുള്ളത് R. Equation 1, equation 2. So we are going to divide equation 1 with equation 2, 1/2. ഡിവൈഡ് ചെയ്യുമ്പോൾ mg വെട്ടിപ്പോവും, ബാക്കി sin തീറ്റ ബൈ cos തീറ്റ എന്ന് വരും. sin തീറ്റ ബൈ cos തീറ്റ is equal to Fs by R. Okay, so sin theta by cos theta is tan theta. Tan theta is equal to mu s എന്ന് കിട്ടി. tan theta is equal to mu s. അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ പറയാം, theta is equal to tan inverse mu s. ഈ ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഈസ് ദാറ്റ് ആംഗിൾ ഹൂസ് ടാൻജൻറ്റ് വിൽ ഗിവ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. ഏത് ആംഗിളിൻ്റെ ടാൻജൻറ്റ് എടുക്കുമ്പോഴാണോ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ കിട്ടുന്നത് ആ ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയാം. ഇറ്റ് ഈസ് ആംഗിൾ ഹൂസ് ടാൻജൻറ്റ് വിൽ ഗീവ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. തീറ്റ മാത്രമായിട്ട് കാണണമെങ്കിൽ നമ്മളതിൻ്റെ ടാൻ ഇൻവേഴ്സ് കാണണം. ഓക്കെ, ഇങ്ങനെയാണ് അത് ചെയ്യേണ്ട, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കേണ്ടത്. അത് കൃത്യമായിട്ട് വരച്ച് പഠിക്കുക, കോമ്പോണൻസ് ആക്കുന്നതൊക്കെ. നമ്മൾ ഫ്രിക്ഷൻ്റെ ഒരു അപ്ലിക്കേഷനായിട്ട് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞ ഒരു കാര്യമാണ് വാഹനങ്ങൾ ഓടാൻ വേണ്ടിയിട്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് വേണം. വാഹനങ്ങൾ ഓടാനും വേണം, അതുപോലെ നിൽക്കാനും വേണം. ടയറും റോഡും തമ്മിലുള്ള ഫ്രിക്ഷനാണ് വാഹനങ്ങൾക്ക് ഓടാൻ വേണ്ടി വഴുതി തെന്നി പോകാതെ വാഹനങ്ങൾക്ക് ഓടാൻ വേണ്ട ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു വളവ് തിരിയുന്ന ഒരു വാഹനത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് വി ആർ ഗോയിങ് ടു സ്റ്റഡി ഓഫ് എ വെഹിക്കിൾ ഓർ എ കാർ ഓൺ എ സർക്കുലർ റോഡ്, സർക്കുലർ ലെവൽ റോഡ്. ഒരു വളവ് എന്നുള്ളത് ഒരു സർക്കിളിൻ്റെ ഭാഗമാണ്. ഇങ്ങനെ റോഡിൽ ഉള്ള ഒരു കർവ് ഒരു സർക്കിളിൻ്റെ ഭാഗമാണ്, വലിയൊരു സർക്കിളിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇമാജിൻ ചെയ്യാം. അപ്പോൾ ഏത് വൃത്തപാതയിൽ സഞ്ചരിക്കാനും ഒരു ഫോഴ്സ് ആവശ്യമാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് സെൻട്രിപീറ്റൽ ഫോഴ്സ്. അഭികേന്ദ്ര ബലം ഉണ്ടെങ്കിൽ മാത്രമേ വൃത്തപാതയിൽ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അത് കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് പറ്റും? ആ വസ്തു അതിൻ്റെ ടാൻജൻറ്റിൽ കൂടെ, വൃത്തപാതയുടെ ടാൻജൻറ്റിൽ കൂടെ തെറിച്ചു പോകും. നമ്മളിപ്പോൾ ഒരു ചരടിൽ ഒരു സാധനം കെട്ടിയിട്ട് കറക്കുകയാണെങ്കിൽ നമ്മളുടെ കൈ ചരടിൽ പ്രയോഗിക്കുന്ന കല്ലോ എന്തെങ്കിലും സാധനത്തിൽ കെട്ടി ആ വസ്തുവിൻ്റെ മുകളിൽ പ്രയോഗിക്കുന്ന ഫോഴ്സാണ് ഇവിടുത്തെ സെൻട്രിപീറ്റൽ ഫോഴ്സ്. നമ്മളുടെ കൈ അത് വിട്ട് കഴിഞ്ഞാൽ സെൻട്രിപീറ്റൽ ഫോഴ്സ് കിട്ടാതാവും, വസ്തു തെറിച്ചു പോകും, ടാൻജൻറ്റിൽ കൂടെ സ്പർശരേഖയിൽ കൂടെ തെറിച്ചു പോകും. അപ്പം ഈ വാഹനം, ഇവിടെ ഒരു വാഹനം ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ വാഹനത്തിന് ഈ സർക്കുലർ പാത്തിൽ കൂടെ പോകാൻ ആവശ്യമായ സെൻട്രിപീറ്റൽ ഫോഴ്സ് എവിടെ നിന്നാണ് കിട്ടുന്നത്? ദാറ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ദ ടയർ ആൻഡ് റോഡ്. ടയറും റോഡും തമ്മിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സാണ് സെൻട്രിപീറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് നോക്കിയാൽ എത്ര സ്പീഡിൽ വാഹനത്തിന് പോകാൻ പറ്റുമെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. കാർ ഓൺ എ സർക്കുലർ ലെവൽ റോഡാണ്, നിരപ്പായ റോഡിൽ കൂടിയുള്ള വാഹനത്തിൻ്റെ മൂവ്മെൻറ്റാണ് നമ്മൾ പരിഗണിക്കുന്നത്. അപ്പോൾ സെൻട്രിപീറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ mv²/r ആണ്. സെൻട്രിപീറ്റൽ ഫോഴ്സ്, m മാസ് ഓഫ് ദ വെഹിക്കിൾ, v ഇറ്റ്സ് വെലോസിറ്റി
ആൻഡ് ആർ ഈസ് ദ റേഡിയസ് ഓഫ് ദ കർവ്. ഈ കർവ് ഒരു സർക്കുലർ പാത്തിൻ്റെ ഭാഗമാണെന്ന് ഞാൻ പറഞ്ഞു. ആ പാത്തിൻ്റെ സർക്കിളിൻ്റെ റേഡിയസ് ആണ് ആർ. So this is the equation for centripetal force, mv²/r, that is provided by the frictional force Fs. ശരിക്കും അവിടെ കൈനറ്റിക് ഫ്രിക്ഷനാണ് വരുന്നത്, മൂവ് ചെയ്യുകയാണ്. പക്ഷെ നമ്മൾ മാക്സിമം ഫ്രിക്ഷൻ എത്ര കിട്ടും എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് Fs എടുത്തത്. കാരണം ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ മാക്സിമം കണ്ടീഷൻ ലിമിറ്റിംഗ് ഫ്രിക്ഷനാണ് ഫ്രിക്ഷനിൽ ഏറ്റവും കൂടുതൽ വരുന്നത്. അതുകൊണ്ടാണ് Fsനെ ഉപയോഗിച്ചത്. സോ mv²/r is equal to Fs. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് Fsന് പകരം μs ഇൻറ്റു ആർ എന്ന് പറയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു μs ഇൻറ്റു ആറിന് പകരം mg എന്ന് ഉപയോഗിക്കാം. ആർ ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ടു വെയ്റ്റ്. അപ്പോൾ എം ജിക്ക് തുല്യമാണ് ആറ്. അപ്പം ലെഫ്റ്റ് സൈഡിൽ mv²/r ആണ്. എം നമുക്ക് കട്ട് ചെയ്യാം. സോ v² ഇസ് ഈക്വൽ ടു ഈ ആർ അങ്ങോട്ട് എടുത്താൽ μs ഇൻറ്റു ആർ ഇൻറ്റു ജി. സോ v ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് μs ഇൻറ്റു ആർ ഇൻറ്റു ജി. സോ ദിസ് ഈസ് ദ maximum safe speed with which a vehicle can move through a road. ഒരു സർക്കുലർ പാത്തിൽ കൂടി മാക്സിമം സ്പീഡിൽ എത്ര സ്പീഡിൽ പോകാൻ പറ്റുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇക്വേഷൻ ഇതാണ്. v is equal to root of μs ഇൻറ്റു ആർ ഇൻറ്റു ജി. എന്തൊക്കെ കാര്യങ്ങളെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നോക്കിയേ. ഒന്ന് μs, ഫ്രിക്ഷൻ ബിറ്റ്വീൻ ടയർ ആൻഡ് റോഡ്. ടയറിൻ്റെ അവസ്ഥയും റോഡിൻ്റെ അവസ്ഥയും തമ്മിലും അത് വളരെയധികം ആശ്രയിച്ചിരിക്കുന്നു. ടയർ മിനുസമുള്ളതാണോ, തേഞ്ഞു പോയതാണോ, റോഡ് ഓയിലി ആണോ, അല്ലെങ്കിൽ വെള്ളം നിറഞ്ഞ് തെന്നി കിടക്കുന്നതാണോ എന്നുള്ളതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും ഈ μsൻ്റെ വാല്യൂ. രണ്ടാമത്തെ കാര്യം ആറ്, റേഡിയസ് ഓഫ് ദ കർവ്. വളവിൻ്റെ ചെറിയ വളവാണോ വലിയ വളവാണോ എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും റേഡിയസ്. ആൻഡ് ജി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ പിന്നെ വലിയ വേരിയേഷൻസ് ഒന്നും വരാനില്ല. കാര്യമായിട്ടുള്ളത് μsനെയും ആറിനെയും. സോ ദ മാക്സിമം സേഫ് സ്പീഡ് വി മാക്സ് എന്ന് വേണമെങ്കിൽ പറയാം, കാരണം നമ്മൾ മാക്സിമം ഫ്രിക്ഷനാണ് ഉപയോഗിച്ചത്. വി മാക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് μs ഇൻറ്റു ആർ ഇൻറ്റു ജി. ആൻഡ് യു ക്യാൻ നോട്ട് ദാറ്റ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ മാസ് ഓഫ് ദ വെഹിക്കിൾ. എന്ത് വാഹനമാണ്, എത്ര ലോഡ് കയറ്റിയ വാഹനമാണ് എന്നുള്ളതിനെ അത് ആശ്രയിച്ചിരിക്കുന്നില്ല. ഒരു സൈക്കിളായാലും ലോറിയായാലും ഒരേപോലെ തന്നെയാണ് ഇവിടെ നമുക്ക് വരുന്നത്. v is equal to root of μs ഇൻറ്റു ആർ ഇൻറ്റു ജി. ദാറ്റ് ഈസ് എ മാക്സിമം സേഫ് സ്പീഡ് വിത്ത് വിച്ച് എ വെഹിക്കിൾ ക്യാൻ ഗോ ത്രൂ എ കർവ്. ഇനി ഇതിലും കൂടുതൽ സ്പീഡിൽ പോകണമെങ്കിലോ അതിന് നമുക്ക് മറ്റ് വഴികൾ ചിന്തിക്കേണ്ടി വരും. ബാങ്കിങ് ഓഫ് കർവ്സ് എന്ന് പറയും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ച് പഠിക്കാം. ഓക്കെ, ഇന്നത്തേക്ക് ഇത് മതിയാക്കാം. ശരി.